അപ്പോൾ പെരുന്നാൾ തലേദിവസം ഞങ്ങൾ എവിടെയായിരുന്നു? സെലിൻ്റെ വീട്ടിൽ. സെലിൻ പറഞ്ഞു ഓടി വായോ നമുക്ക് എല്ലാവർക്കും മൈലാഞ്ചി ഇടാമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ എല്ലാവരും ഓടി. ഗ്രൂപ്പിൽ സെലിനും രമണിക്ക് നന്നായിട്ട് മൈലാഞ്ചി ഇട്ട് തരാൻ അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ വളരെ ക്ഷമയോടുകൂടി നോക്കിയിരുന്നിട്ട് ഡിസൈൻസ് ഒക്കെ നോക്കി നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് തന്നു. നമുക്ക് പഴയ നാട്ടിലെ കല്യാണ തലേദിവസമൊക്കെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആ ഒരു വൈബായിരുന്നേ. ഇങ്ങനെ തളർത്താതെ ഞാൻ വളർന്നു വരുന്നൊരു കലാകാരിയാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് ശരിക്കും കലാകാരിയാണ്. പക്ഷെ ഇവൾക്ക് മൈലാഞ്ചി ഇടാൻ നമ്മുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ കുളവാക്കി തരും. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൈ കുളവാക്കി തന്നു. അതുകൊണ്ട് ഈ വർഷം അവൾക്ക് കൈ കൊടുക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്കൊരു വോളൊക്കെ കൊടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്നോ കഥകളിയൊക്കെ നല്ല സൂപ്പറായിട്ട് പൊളിക്കും. പക്ഷെ എന്താണെന്നറിയില്ല, ചെറിയ ചെറിയ സംഭവങ്ങൾ നമുക്ക് പറ്റൂല. അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങളോട് അവസാനിക്കുന്നില്ല. പുതിയ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.